കോഴിക്കോട് UDF സ്ഥാനാർത്ഥി അബ്ദുൽ കരീം ചേലേരിയും ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദും നിഖിലിനൊപ്പം കുറച്ച് സമയം സംസാരിച്ചു. എന്താണ് അവർ പറഞ്ഞത് എന്ന് കൂടി കേൾക്കാം. ഏതായാലും UDFന്റെ സ്ഥാനാർത്ഥി പട്ടികകൾ അങ്ങനെ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൂരിലെ രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒന്ന് അഴീക്കോട് സ്ഥാനാർത്ഥി ശ്രീ അബ്ദുൽ കരീം ചേലേരിയാണ്. ഒപ്പം ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്ന VP അബ്ദുൾ റഷീദാണ്. എങ്ങനെയാണ് സ്ഥാനാർത്ഥിത്വം വന്നു കഴിഞ്ഞു, ഇനി പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണോ? വളരെ സന്തോഷമുണ്ട്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് അഴീക്കോട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ അഭിനന്ദനായിട്ടുള്ള പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് 4 മണിക്കാണ് പ്രഖ്യാപിച്ചത്. അഴീക്കോടിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടി UDFന്റെ നേതൃത്വത്തിലുള്ള വലിയ തേരോട്ടം ഇന്നു മുതൽ തന്നെ ആരംഭിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കൈവിട്ടു പോയിട്ടുള്ള അഴീക്കോട് അസംബ്ലി നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിൽ UDF ഇതിനകം തന്നെ സജ്ജമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നമ്മൾ വിജയിച്ചു വരും. റഷീദിനെ ഏൽപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ നേരിടാനാണ്, അതെ? എന്താണ്? തീർച്ചയായും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. കേരളത്തിനകത്ത് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും, ഒരു തർക്കവുമില്ല. അധികാരത്തിൽ വരുമ്പോൾ ധർമ്മടത്തിൽ നിന്ന് ഐക്യമുന്നണിയുടെ മുഖ്യമന്ത്രിക്ക് കൈയുയർത്താൻ ഒരു MLA ഉണ്ടാകും. നമ്മളെല്ലാവരും അറിഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ പറയുന്നത് പോലെ കേരളം കണ്ട അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭ എന്ന് പറയുന്നത് പോലെ തന്നെ ധർമ്മടം കണ്ട അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് MLA ആയി രണ്ടാം പിണറായി സർക്കാരിനെ നയിച്ച പിണറായി വിജയനെ മാറും, അല്ലെങ്കിൽ ജനങ്ങൾ മാറ്റും. കാരണം കുടുംബാധിപത്യത്തിന് വേണ്ടി, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മുന്നോട്ട് പോയ 10 വർഷങ്ങളെയാണ് ഈ നാട് കണ്ടത്. അതോടൊപ്പം ധർമ്മടവും കണ്ടത്. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഉൾപ്പെടെ ജനങ്ങൾക്ക് പ്രാപ്യമായ ഒരു വികസനവും ധർമ്മടത്ത് നടന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മണ്ഡലം എന്നുള്ളൊരു ഫീലിംഗ് ജനങ്ങൾക്കുണ്ടായിട്ടില്ല. അവിടെ ഇടതുപക്ഷ പ്രവർത്തകരുൾപ്പെടെ, CPMന്റെ പ്രവർത്തകരുൾപ്പെടെ, CPMന്റെ നേതാക്കന്മാരുൾപ്പെടെ വോട്ട് മാറ്റി ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമായിരുന്നു പാർട്ടി ഈ വിനീതനെ ഏൽപ്പിച്ചത്. അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ, മുന്നണി പ്രവർത്തകരുടെ സഹായത്തോടു കൂടി ആ ഭൂരിപക്ഷം 22,000-ലേക്ക്, 20,000 വോട്ട് 50,000-ൽ നിന്ന് 70,000-ലേക്ക് UDFന്റെ വോട്ട് ഉയർത്തുകയും ഭൂരിപക്ഷം 22,000-ലേക്ക് ചുരുക്കുകയും ചെയ്തെങ്കിൽ ഒരു തർക്കവുമില്ല. പാർട്ടിയും മുന്നണിയും തന്ന അവസരത്തിൽ നിന്നുള്ള അനുഭവ സമ്പത്ത് കൈമുതലാക്കിക്കൊണ്ടാണ് ഈ നീണ്ട 20 വർഷക്കാലത്തെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ പരിചയം, ആ അനുഭവം മുതലാക്കിക്കൊണ്ട് ഇപ്പോൾ ധർമ്മടത്തേക്ക് പോവുകയാണ്. ഞാൻ 7 വർഷക്കാലം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ധർമ്മട നിയോജക മണ്ഡലത്തിലെ പാലയാടി ക്യാമ്പസിലാണ്. നിയമ വിദ്യാർത്ഥിയായും അവിടെ ഉന്നത ബിരുദത്തിനൊക്കെ ചേർന്നിട്ട്. അതുപോലെ ഞാനിപ്പോൾ കഴിഞ്ഞ 6 വർഷക്കാലമായി താമസിക്കുന്നത് ആ നിയോജക മണ്ഡലത്തിലെ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 1-ം വാർഡായി പുതുവാച്ചേരിയിലാണ്. ആ നാട് നന്നായി അറിയാം. അതിൽ ഏത് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ധർമ്മട നിയോജക മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും പാർട്ടി ഓഫീസ് ആക്രമിക്കപ്പെടുമ്പോൾ, പ്രവർത്തകർ ആക്രമിക്കപ്പെടുമ്പോൾ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വർഗ്ഗബഹുജന സംഘടനകളുടെ പരിപാടികളിൽ നിരന്തരം സഞ്ചരിച്ച് അവിടുത്തെ പ്രവർത്തകരോടും നേതാക്കന്മാരോടും പൊതുജനങ്ങളോടും സംവദിച്ച് മുന്നോട്ട് പോയ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ്: തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ പിണറായി വിജയനെ തോൽപ്പിച്ച് കേരളത്തിനകത്ത് ഇടതുപക്ഷ മന്ത്രിസഭയ്ക്ക് അന്ത്യം കുറിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു മന്ത്രിസഭ വരുമ്പോൾ ആ മന്ത്രിസഭയ്ക്ക് കൈ ഉയർത്തുവാൻ വേണ്ടി ധർമ്മടത്ത് നിന്ന് UDFന്റെ MLA ആയി ജനങ്ങളുടെ പിന്തുണയോടുകൂടി കടന്നു പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഈ പറഞ്ഞ തളിപ്പറമ്പിൽ ഇത്തവണ അനുകൂലമായ ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് പാർട്ടി മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറാൻ നിർദ്ദേശിക്കുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും പാർട്ടി രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഞാൻ 5 വർഷക്കാലം അവിടുത്തെ ജനങ്ങളോട് ഉത്തരവാദിത്വം നിറവേറ്റി അവിടെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. ധർമ്മടത്തെ പുതുവാച്ചേരിയിൽ താമസിക്കുന്ന സമയത്തും, ഞാൻ കല്യാണം കഴിച്ചു പോയ സ്ഥലമാണ്, താമസിക്കുന്ന സമയത്തും ഞാൻ എൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനമൊക്കെ നടക്കുന്ന സമയത്തെല്ലാം തന്നെ തളിപ്പറമ്പിനോട് പൂർണ്ണമായി നീതി പുലർത്തി തളിപ്പറമ്പിൽ പ്രവർത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. 5 വർഷക്കാലവും ഞാൻ അവിടെ സുഖദുഃഖങ്ങളിൽ മുഴുവൻ ജനങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഗോവിന്ദ മാഷിൻ്റെ വീട്ടിലൊരു മരണം ഉണ്ടായപ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ മരണം ഉണ്ടായപ്പോൾ സമയത്ത് ആ വീട്ടിൽ ആശ്വസിപ്പിക്കാൻ അതുൾപ്പെടെ എല്ലാ CPMന്റെ പ്രവർത്തകരുടെ വീടുകളിലും, നേതാക്കന്മാരുടെ വീടുകളിലും, ജാതി മത വർഗ്ഗ വർണ്ണ ഭേദ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെ അടുക്കളും പോയിട്ടുണ്ട്. നിരന്തരമായി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. റോഡ് സമരങ്ങളിൽ, ജനകീയ സമരങ്ങളിൽ, തീപിടുത്തമുണ്ടായപ്പോൾ എല്ലാ വിഷയങ്ങളിലും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. അത് ഒരു മത്സരത്തിന് വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടിയല്ല. അത് സ്ഥാനാർത്ഥിത്വം, എനിക്ക് പാർട്ടി നൽകിയ, മുന്നണി നൽകിയ സ്ഥാനാർത്ഥിത്വം, ആ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയൊരു മുന്നേറ്റം, തീർച്ചയായും അതിനോടൊരു നന്ദി പ്രകടിപ്പിക്കലാണ്. 5 വർഷക്കാലം അവിടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ മാറ്റങ്ങൾ
സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 800 വോട്ടാണ് ആദ്യത്തെ കഴിഞ്ഞ മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 100 ഇരട്ടിയായി. 8000 വോട്ടിന്റെ ഭൂരിപക്ഷമായും. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ 5000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഏകദേശം 12000-ഓളം പുതിയ വോട്ട്, 17000-ൽ 12000 UDF വോട്ടാണ്. ഉറപ്പിച്ച് പറയുന്നു, ഇത്തവണ തളിപ്പറമ്പിൽ UDF ജയിക്കും. ജയിക്കേണ്ട സാഹചര്യം മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മാറിയ ഒരു രാഷ്ട്രീയ സാഹചര്യം, CPM-നകത്ത് വലിയ അഭ്യന്തര തർക്കങ്ങൾ, അവരുടെ നേതാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി ആ പാർട്ടി വിട്ടു പോവുകയാണ്. സ്വാഭാവികമായും തളിപ്പറമ്പിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് മാറി മത്സരിക്കണം, ധർമ്മടത്തേക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ, അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ അതനുസരിക്കുകയായിരുന്നു. തീർച്ചയായും ധർമ്മടത്ത് പാർട്ടി ഏൽപ്പിച്ച്, മുന്നണി ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റി ധർമ്മടത്ത് വിജയം കൈവരിക്കും. ഒരു തർക്കം. ഏതായാലും വലിയ വിജയപ്രതീക്ഷയാണ് അബ്ദുൾ റഷീദും പങ്കുവയ്ക്കുന്നത്. കാരണം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു മത്സരത്തിന് കൂടിയാണ് ഇത്തവണ ഇറങ്ങുന്നത്. എന്തുകൊണ്ട് തളിപ്പറമ്പിൽ നിന്ന് മാറി ധർമ്മടത്തേക്ക് പോകുന്നു എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.